ശരി, എന്തായാലും തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിൽ UDF-ന്റെ ലീഡുണ്ട്. നേമത്ത് പക്ഷെ പ്രതീക്ഷിച്ച ലീഡ് BJP-ക്ക് ലഭിക്കുന്നില്ല എന്നുകൂടിയാണ് ഇപ്പോൾ നമുക്കറിയുന്നത്. തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് ലീഡ് തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ അതുപോലെ ഇരിങ്ങാലക്കുടയൊക്കെ UDF-ന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളിൽ. ഇടുക്കി ജില്ല സമ്പൂർണ്ണമായി UDF-ന് കീഴടങ്ങിയിരിക്കുകയാണ്. ഇടുക്കി ജില്ല ആലപ്പുഴയിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ GS സുധാകരന്റെ പ്രഭാവം മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ട്. അരൂരിലും ആലപ്പുഴയിലും അമ്പലപ്പുഴയിലുമെല്ലാം UDF ലീഡ് തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ വൈപ്പിനൊഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDF ലീഡ് നിലനിർത്തുകയാണ്. കോട്ടയത്തും UDF-ന്റെ ആധിപത്യമാണ്. കൊല്ലത്താണ് UDF-ന്റെ ആധിപത്യം ഏറ്റവും ദൃശ്യമായിട്ടുള്ളത്. പുനലൂരും ചാത്തന്നൂരും ഒഴികെ ബാക്കി മുഴുവൻ സീറ്റുകളിലും കൊല്ലം ജില്ലയിൽ UDF മുന്നേറുകയാണ്. നിഷാദ്, കൊല്ലം ജില്ലയിലെ UDF-ന്റെ മുന്നേറ്റത്തിന് മറ്റൊരു സാമൂഹ്യ പ്രസക്തി കൂടിയുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷത്തിന്റെ വേരുകൾ ഒരുപക്ഷെ ആഴ്ന്നിറങ്ങിയേക്കുമെന്ന് ചില ആളുകൾ വിചാരിച്ച സ്ഥലം, അതിന്റെ ആനുകൂല്യത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന് ചില ആളുകൾ വിചാരിച്ചു. BJP പോലും ചില സെക്രട്ടറികൾ ജയിച്ചേക്കാം എന്ന് കരുതിയ സ്ഥലം. ജനം ആരെയൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തെറിയുന്നത് എന്നതിന്റെ തത്സമയ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിദ്വേഷത്തിന് ഈ നാട്ടിൽ വിലയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ജനം എന്ന് വെച്ചാൽ നോക്കൂ, 93 സീറ്റ്, 3 സീറ്റിൽ BJP. എന്താണ് സംഭവിക്കുന്നത്? ബ്ലൂ റവല്യൂഷൻ ആണോ? കൊല്ലം ജില്ലയിൽ UDF-ന്റെ വൻ മുന്നേറ്റം എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായി വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 8 ഇടത്താണ് ലീഡ് ചെയ്യുന്നത്. സിറ്റിംഗ് മന്ത്രിമാരിൽ 2 പേർ പിന്നിൽ പോയിരിക്കുന്നു. KP ഗണേഷ് കുമാറും J ചിഞ്ചുറാണിയും പിന്നിൽ പോയിരിക്കുന്നു. ലീഡ് ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ K ബാലഗോപാൽ മാത്രമാണ്. അത് നേരിയ ഒരു ലീഡ് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പ്രതീക്ഷിക്കുന്ന ഏകദേശം 2500 മുകളിൽ ലീഡാണ്. 2 റൗണ്ട്, അതായത് ആദ്യത്തെ പഞ്ചായത്തുകൾ കഴിയുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നത്, പക്ഷെ അത്രത്തോളം എത്തിയിട്ടില്ല. 600 ചിലമന വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. ചാത്തന്നൂരിലായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം. LDF 207 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നെങ്കിൽ രണ്ടാമത് അവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബംഗാൾ BJP പിടിച്ചു. തമിഴ്നാട് DMK-യുടെ കയ്യിൽ നിന്ന് പോകുന്നു. തമിഴ്നാടാണ് ഏറ്റവും, ബംഗാൾ പിന്നെ സംഭവിക്കുന്നത് വിചാരിക്കാവുന്ന എക്സിറ്റ് പോളൊക്കെയാണ്. TVക്ക് 106 സീറ്റായി. 234 പാതി കിടക്കാൻ അല്പസമയത്തിനും കിടക്കും. DMK 50 കിടക്കാണ്. DMK-ക്കാൾ കൂടുതൽ സീറ്റ് ADMK-ക്ക് ഉണ്ടെന്ന്. പുല്ല് പോലെ മരിക്കും. അപ്പോൾ DMK-യുടെ വീഴ്ച എന്ന് വെച്ചാൽ എന്തോ ഞെട്ടിപ്പിക്കുന്ന വീഴ്ച എന്ന് പറയാതെ വയ്യ. വിജയ് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നാണ്. തൃശ്ശൂരിൽ ചില മണ്ഡലങ്ങളിൽ ലീഡ് നില മാറിമറിയുകയാണ്. മണലൂരിൽ TN പ്രതാപൻ 371 വോട്ടിന് പിന്നിലാണ്. അതേസമയം കയ്പമംഗലത്ത് അപ്രതീക്ഷിതമായി UDF സ്ഥാനാർത്ഥി 295 വോട്ടിന് ലീഡ് നിലനിർത്തുകയും ചെയ്യുന്നു. ഇരിങ്ങാലക്കുട, കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നീ മണ്ഡലങ്ങൾ UDF നിലനിർത്തുമ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ മണലൂര് അതുപോലെ ഗുരുവായൂർ മണ്ഡലങ്ങൾ LDF നിലനിർത്തുന്നു. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. തൃശ്ശൂരിൽ